ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വുമൺസ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണ്. അപ്പോൾ നാളെ ഇൻ്റർനാഷണൽ വുമൺസ് ഡേ അല്ലെങ്കിൽ ലോക വനിതാ ദിനം ആകുന്നു. സോ ഈ ഒരു വനിതാ ദിനത്തിൽ ഏതൊക്കെ സ്റ്റോക്കിൽ നമ്മൾ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു സേഫായിട്ട് പ്ലാൻ കൊണ്ടുപോകാം എന്നുള്ളത്. ഇപ്പോൾ ഒരു മാരേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനും പിന്നെ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസിനായിക്കോട്ടെ, ഇതിനെല്ലാത്തിനും നമ്മൾ മണി ഹാൻഡിൽ ചെയ്യണം. നല്ല കറക്റ്റായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈനംദിനം എന്ത് ചെയ്യുക, വരുന്ന പണം കറക്റ്റായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് ടേമിൽ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ പ്ലാൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ ചിലവർക്ക് വാഹനം മേടിക്കുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു വീട് വെക്കുക എന്നുള്ളതായിരിക്കും. സോ എങ്ങനെയായാലും നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമുക്ക് അത്യാവശ്യമാണ്. സോ ഈ ഒരു വനിതാ ദിനത്തിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്ടർ എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇൻഷുറൻസ് സെക്ടർ. ഓക്കെ, നമ്മുടെ ഹെൽത്ത് ലൈഫിന് വേണ്ടിയുള്ള സേഫ്റ്റി ഇൻഷുറൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻ ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, പിന്നെ അതുപോലെ വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഹൗസ് ലോൺ ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ, പിന്നെ എന്ത് ചെയ്യുക, ജൂവലറി ജെംസ് ഡയമണ്ട്സ് ജൂവലറി ബേസ്ഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ, പിന്നെ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ. ഇതൊക്കെയാണ് നമ്മളതിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ അതിൽ ഫസ്റ്റ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി വുമൺസിൻ്റെ നോക്കുമ്പോഴത്തേക്ക് ലൈഫ് ഇൻഷുറൻസ്. ഓക്കെ, ഒരു ഇൻഷുറൻസ് സേഫ്റ്റി ബേസിസിൽ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ പെൻഷൻ പ്രോഡക്ട്സ്, ടേം ഇൻഷുറൻസ് പ്രോഡക്ട്സ്, ഇതൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നല്ല ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ലാർജസ്റ്റ് ഇൻഷുറൻസ് കമ്പനിയാണ്. സോ ഒരു ഡെപ്റ്റ് ഫ്രീ, അതുപോലെ ഇൻഷുറൻസ് സെക്ടറിൽ തന്നെ ലീഡിംഗ് ആയിട്ട് നമുക്ക് ലോങ് ടേമിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റോക്കാണ്. സോ 1020 റുപ്പീസിൽ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുക, ലോങ് ടേമിന് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ഷോർട്ട് ടേം ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 1200 ആണ്. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു വുമൻസ് ഡേ ആ ഒരു ടൈമിൽ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റോക്കായിട്ട് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. സോ നിങ്ങൾ കൂടി അനലൈസ് ചെയ്യാൻ എന്നിട്ട് മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ അതുപോലെ SBI ലൈഫ് സെക്കൻഡ് ഈ ഇൻഷുറൻസ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ കറൻ്റ്ലി 1495 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1800 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ബട്ട് ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആണ് എന്ന് നോക്കണ്ട, ബട്ട് ഇറ്റ് ഈസ് നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. സെക്കൻഡ് ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നല്ല ഗ്രോത്തിന് സാധ്യതയുള്ള സ്റ്റോക്കാണ്. പിന്നെ കല്യാൺ ജുവലേഴ്സ്. ഓക്കെ, കല്യാൺ ജുവലേഴ്സ് ജുവലറി ബേസ് ചെയ്തിട്ട് ഗിഫ്റ്റിംഗ് പർപ്പസ്, അതുപോലെ മാരേജ് ആയാലും നമ്മളത് മാരേജ് പർപ്പസിന് ജുവൽസ് മേടിക്കുന്നു. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യതയാണ്. 409 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 444 ടാർഗറ്റ് ഇപ്പോൾ ഷോർട്ട് ടേം ടാർഗറ്റാണ് പറയുന്നത്. 385 സ്റ്റോപ്പ് ലോസ് വെക്കുക. അതുപോലെ ITC നല്ല ഉയരാൻ സാധ്യതയുണ്ട്. FMCG, ഹോട്ടൽ, അതുപോലെ ഇപ്പോൾ ട്രാവൽ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ് ITC. സോ 407 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 460, 500 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് 370 വയ്ക്കാം. ദെൻ ട്രെൻഡ് ഓഫ് കോഴ്സ് ടെക്സ്റ്റൈൽ സെക്ടർ ബേസ്, ഗാർമെൻറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ഓക്കെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. റീറ്റെയിൽ സെക്ടറിൽ തന്നെ വരുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഈ സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. 3951 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 4000 ആ ഒരു റേഞ്ചാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ടൈറ്റൻ എടുത്ത് പറയേണ്ട ഒരു സ്റ്റോക്കാണ്. എഗെയിൻ ആ ഒരു ജെംസ് ആൻഡ് ജുവലറിയിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്, ലീഡിംഗ് സ്റ്റോക്കാണ്.
സോ 3802 rupeesൽ ട്രേഡ് ചെയ്യുന്നു. 3850 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് 3770 വെക്കുക. ഇതല്ലാതെ TVS മോട്ടോഴ്സ് വെഹിക്കിൾ ബേസ് ചെയ്തിട്ട് ഓക്കെ 2313 റുപ്പീസിലാണ് കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. 2 വീലർ 3 വീലർ ആ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു സ്റ്റോക്ക് ഉയരാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, സോ ഈ സ്റ്റോക്ക് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുക. നെക്സ്റ്റ് ഈ ഒരു 2400 ആ ഒരു റേഞ്ച് പോകാൻ സാധ്യതയുണ്ട് ഷോർട്ട് ടേമിൽ. ദെൻ നൈക്ക ഇ കോമേഴ്സ് വെഞ്ചേഴ്സ് ഈ ഒരു 158 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 160 170 ആണ് ഷോർട്ട് ടേം ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അഗെയിൻ പേഴ്സണൽ കെയർ ഫാഷൻ പ്രോഡക്ട്സിൽ ഇ കോമേഴ്സ് ബേസ് ചെയ്തിട്ട് വരുന്ന സ്റ്റോക്കിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. സോ നൈക്ക ഉയരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഓക്കെ 6337 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ ഈ ഒരു സ്റ്റോക്ക് 6400 6500 ആ ഒരു റേഞ്ചിലേക്ക് ഫാർമ ബേസ് ചെയ്ത് മെഡിസിൻ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ, ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. മാക്സ് ഫിനാൻഷ്യൽ സർവീസസും ഫോക്കസ് ചെയ്യാവുന്നതാണ്. സോ നോൺ ബാങ്ക് ലൈഫ് ഇൻഷുറർ ലാർജസ്റ്റ് പ്രൈവറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. സോ ഈ ഒരു സ്റ്റോക്ക് എന്ത് ചെയ്യാം, ഫിനാൻസ് സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്നു. എന്നാൽ ഇപ്പോൾ നല്ലൊരു ഗ്രോയിങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. 1150 എന്ത് ചെയ്യുക, ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഒത്തിരി സ്റ്റോക്കുകളുണ്ട്, ബട്ട് സ്റ്റിൽ നിങ്ങളിപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് 10,000 ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ, അത് ഏതൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ആ ഒരു ഫ്യൂച്ചർ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ടെലഗ്രാമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് ഞാൻ ഇതിൽ പറയുന്നില്ല. ഇതിലിപ്പോൾ ജസ്റ്റ് വുമൺസ് ഡേ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ സ്റ്റോക്കുകൾ ഷോർട്ട് ടേമിൽ ഫോക്കസ് ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ ഈ സ്റ്റോക്കുകൾ നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക. എന്നിട്ട് ഏതൊക്കെ സ്റ്റോക്കുകൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതൊക്കെ സെക്ടേഴ്സ് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. ടെലഗ്രാം ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വീഡിയോസ്, ന്യൂസുകൾ, അതുപോലെ ഇൻട്രാഡേ ഡെലിവറി ടിപ്സുകളൊക്കെ നൽകുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ടിപ്സാണ്. ദെൻ പ്ലേലിസ്റ്റിലും ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. ഓക്കെ.